ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നൊരു വെറൈറ്റി ഇലയപ്പമാണ്. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് റവയും ഏത്തപ്പഴവും വെച്ചിട്ടാണ്. ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ്, അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. എങ്കിൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ഈ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി 2 ഏത്തപ്പഴമാണ് ആവശ്യമായിട്ടുള്ളത്. ഞാനിവിടെ 2 ഏത്തപ്പഴം പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള 2 പഴമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കുണ്ടല്ലോ ഈ ഏത്തപ്പഴത്തിൻ്റെ തൊലി, അതുപോലെ അതിൻ്റെ അകത്തുള്ള നാരുണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. അതിനുവേണ്ടി ഇതുപോലൊരു ഫോർക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിന് പകരം നമുക്ക് സ്പൂണോ തവിയോ അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഇത് ഉടച്ചെടുക്കാം. ഏത്തപ്പഴം ഇതുപോലെ ഞാനൊന്ന് ഉടച്ചെടുത്തു. ഒത്തിരി അങ്ങ് സ്മൂത്തായിട്ടുള്ള പേസ്റ്റ് പോലെ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചെറിയ കഷ്ണങ്ങളായി കിടന്നാലും കുഴപ്പമൊന്നുമില്ല. സ്റ്റവ് കത്തിച്ചൊരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു. ഇനി നമ്മൾ ഈ പഞ്ചസാര ഉണ്ടല്ലോ ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാൻ പോവാണ്. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഉണ്ടല്ലോ ഒന്ന് മീഡിയത്തിലാക്കി കൊടുത്തിട്ട് നമുക്ക് ഈ പഞ്ചസാരയൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ അതാ നോക്കിക്കേ, പഞ്ചസാരയൊന്ന് ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതുണ്ടല്ലോ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാ പഞ്ചസാരയും ഒന്ന് ഉരുകി നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറാവണം. അപ്പോൾ നമ്മൾ ഈ പഞ്ചസാരയൊക്കെ ക്യാരമലൈസ് ചെയ്തെടുത്തു. ഇതുപോലെ നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറായാൽ മതി, ഒത്തിരി അങ്ങ് കരിഞ്ഞു പോരുത് കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് 1.5 കപ്പ് വെള്ളമാണ്. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ സൂക്ഷിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ. ദേഹത്തോട്ട് തെറിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ച് ഒഴിച്ചു കൊടുക്കണേ. നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ഈ സിറപ്പ് ഇതുപോലെ ഒന്ന് കട്ട കിട്ടും. വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്ക് അതെല്ലാം മെൽറ്റായിട്ട് വെള്ളത്തിലോട്ട് അലിഞ്ഞ് ചേർന്നോളൂ. ഇപ്പോൾ ആ കട്ടയെല്ലാം നല്ലതായിട്ടൊന്ന് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് തേങ്ങയാണ്. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്ന 1 കപ്പ് ചിരകിയ തേങ്ങയാണ് കേട്ടോ. തേങ്ങ ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് കുറച്ച് ഏലക്ക പൊടിച്ചതും പിന്നെ കുറച്ച് ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് 4 ഏലക്ക പൊടിച്ചെടുത്തതും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും കൂടെയാണ് ചേർക്കുന്നത്. കൂടാതെ നമ്മൾ ഇതിലോട്ട് ഒരു 3 നുള്ളു ഉപ്പ് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ടിത് ശരിക്കൊന്ന് തിളയ്ക്കണം. ഇപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന ഏത്തക്ക ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് 1/4 കപ്പ് റവയാണ്. വറുത്ത റവയാണ് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. 1/4 കപ്പ് റവ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് നിന്ന് ഇളക്കണം. റവ ഇട്ട് കൊടുത്ത് ഇളക്കി നല്ലതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് അരിപ്പൊടിയാണ്. ഞാനിപ്പോൾ ഇതിലോട്ട് ചേർത്തത് 1/4 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ, വറുത്ത അരിപ്പൊടിയാണ്. ഇനി നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇതിൻ്റെ അകത്തുള്ള ആ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ടല്ലോ, ഈ മാവെല്ലാം കൂടെ ഒന്ന് ഉരുണ്ട് കൂടി വരണം. അത്രയും സമയം ഇത് നല്ലതായിട്ട് നമുക്ക് കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നോക്കിക്കേ, ഇതിലെ വെള്ളം എല്ലാം വറ്റി നല്ലതായിട്ടൊന്ന് കുറുകി ഇതേ രീതിയിലൊന്ന് ഉരുണ്ട് വന്നിട്ടുണ്ട്. അത് നമ്മൾ ഈ ഇലയപ്പത്തിനൊക്കെ മാവ് തയ്യാറാക്കുമല്ലോ, അതേ രീതിയിൽ ആ കൺസിസ്റ്റൻസിയിലൊന്നും ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്നുണ്ടല്ലോ ഒന്ന് തണുക്കാൻ വേണ്ടി നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. നമ്മളിത് വാഴയിലയിലാണ് പരത്തി വേവിച്ചെടുക്കുന്നത്. ഞാൻ ഇതുപോലെ വാഴയില ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ഈ സൈഡിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് 2 ടേബിൾ സ്പൂണ് വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളൂ കേട്ടോ.
അല്ലെങ്കിൽ വയണയിലുണ്ടല്ലോ അതിൻ്റെ അകത്ത് വെച്ചിട്ടാണെങ്കിൽ ഇത് വേവിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് ഇതുപോലെ 2 ടേബിൾ സ്പൂൺ മാവ് ഇതിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്നാക്കി കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ ഇത് നമ്മൾ ഇതേ രീതിയിലൊന്ന് മടക്കി കൊടുക്കണം. മടക്കിയിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യണേ. എന്നിട്ട് ഇതിൻ്റെ 2 സൈഡ് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഇതേ രീതിയിൽ നമ്മളിതൊന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവുമെല്ലാം ഒന്ന് ഇലയിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് മടക്കിയെടുക്കാം. അപ്പോൾ എല്ലാ മാവും നമ്മൾ ഇലയിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഇതേ രീതിയിലൊന്ന് മടക്കിയെടുത്തിട്ടുണ്ട്. 6 എണ്ണം ഉണ്ടാക്കാനുള്ള മാവുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു ഇഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. വെള്ളം നല്ലതായിട്ട് തിളച്ച് ആവി വന്നതിന് ശേഷം വേണം ഇത് വെച്ച് കൊടുക്കാൻ. ഇപ്പോൾ വെള്ളം എല്ലാം തെളിച്ച് നല്ലതായിട്ട് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന പലഹാരം വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതുണ്ടല്ലോ അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. നമ്മളിപ്പോൾ ഇത് വേവിക്കാൻ വെച്ചിട്ട് ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതുണ്ടല്ലോ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇപ്പോൾ ഇതൊന്ന് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. ഇതാ നോക്കിക്കേ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഈ പഞ്ചസാര കാരമലൈസ് ചെയ്താണല്ലോ ഇതിലോട്ട് ചേർത്തത്. അതുകൊണ്ടൊരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഈ പലഹാരം എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അത്ര നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. കൂടാതെ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. എങ്കിൽ ശരി, വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.